Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദനത്തിലെ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദനത്തിലെ മാറ്റങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക് ഏതാണെന്ന് പറയുന്നത് ചോദനത്തിലെ മാറ്റങ്ങൾ അഥവാ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു നോക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. They are movement along the demand curve and shift of the demand curve. Changes in demand can be divided into two. They are movement along the demand curve and shift of the demand curve. അതായത് ചോദനത്തിലെ മാറ്റങ്ങളെ രണ്ടായി തരംതിരിക്കാം. അവയാണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും ചോദന വക്രത്തിന്റെ മാറ്റവും. അതായത് ചോദനത്തിലെ മാറ്റങ്ങളെ രണ്ടായി തരംതിരിക്കാം. അതാണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും ചോദന വക്രത്തിന്റെ മാറ്റവും. ഇനി എന്താണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം അഥവാ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ് ഈസ് കോൾഡ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം അഥവാ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ് ഈസ് കോൾഡ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിനെ അതായത് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. They are expansion of demand and contraction of demand. അതായത് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റത്തെ രണ്ടായി തരംതിരിക്കാം. അതാണ് ചോദനത്തിന്റെ വികാസവും ചോദനത്തിന്റെ സങ്കോചവും. അപ്പൊ ചോദനത്തിലുള്ള മാറ്റങ്ങൾ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുക. അപ്പൊ അതിൽ ഒന്നാമതാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറയാം. അതിൽ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൂവ്മെന്റ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ചോദനത്തിന്റെ വികാസം. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അടുത്തത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ചോദനത്തിലെ മാറ്റങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രത്തിന്റെ മാറ്റവും. അതിൽ തന്നെ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിന്റെ അതായത് ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റം അഥവാ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ചോദനത്തിന്റെ വികാസം എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ചോദനത്തിന്റെ വികാസം എന്നും ചോദനത്തിന്റെ സങ്കോചം എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ചോദനത്തിന്റെ സങ്കോചം. അപ്പൊ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ചോദനത്തിന്റെ വികാസവും ചോദനത്തിന്റെ സങ്കോചവും. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ വികാസം എന്നാണ്. ഇനി നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു പ്രൈസ് ഡിക്രീസ് ഈസ് കോൾഡ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അതായത് സാധനത്തിന്റെ വില കുറയുന്നതിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനത്തിന്റെ വില കുറയുന്നതിന്റെ ഫലമായി ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന വർധനവിനെയാണ് ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത്. എന്താണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ വികാസം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ
വില കുറയുന്നതിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത്. ഇനി ചോദനത്തിന്റെ വികാസം നമുക്കൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. ഡയഗ്രം ചോദനത്തിന്റെ വികാസം വിശദമാക്കുന്ന ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിലെ ചോദനത്തിന്റെ അളവും വൈ ആക്സിസിലെ സാധനത്തിന്റെ വിലയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വില OP ആയിരുന്നപ്പോൾ ചോദനം OQ ആണ്. വില OP ആയിരുന്നപ്പോൾ ചോദനം OQ ആണ്. വില OP1 ആയിരുന്നപ്പോൾ ചോദനം OQ1 ആണ്. വില OP1 ആയിരിക്കുമ്പോൾ ചോദനം OQ1. നേരെ P1 എന്നുള്ള പ്രൈസ് ലൈൻ നേരെ ഡിമാൻഡ് കർവായിട്ട് കൂട്ടി നേരെ താഴേക്ക് വെച്ചാൽ നമുക്ക് ചോദനത്തിന്റെ അളവ് കിട്ടും. അപ്പൊ OP ആയിരുന്നപ്പോൾ ചോദനം OQ ആണ്. OP1 ആകുമ്പോൾ ചോദനം OQ1 ആണ്. വില OP1 ആയിരിക്കുമ്പോൾ ചോദനം OQ1 ആണ്. ഇനി ചോദനത്തിന്റെ വികാസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഡയഗ്രത്തിലൂടെ വില OPയിൽ നിന്നും OP1 ആയി കുറഞ്ഞപ്പോൾ ചോദനം OQവിൽ നിന്നും OQ1 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. വില OPയിൽ നിന്നും OP1 ആയി കുറഞ്ഞപ്പോൾ ചോദനം OQവിൽ നിന്നും OQ1 ആയി വർദ്ധിച്ചിരിക്കുന്നു. അതായത് DD എന്ന ചോദന വക്രത്തിൽ ചോദനം A എന്ന ബിന്ദുവിൽ നിന്നും B എന്ന ബിന്ദുവിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതായത് ചോദനത്തിന്റെ ഈ മാറ്റത്തെയാണ് ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത്. വില OP ആയിരുന്നപ്പോൾ ചോദനം എത്രയായിരുന്നു? A എന്ന ബിന്ദുവിലായിരുന്നു. അതായത് പ്രൈസ് ലൈൻ നേരെ അതായത് OP എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ലൈൻ ഡിമാൻഡ് കർവുമായി കൂട്ടിമുട്ടുന്നത് A എന്ന ബിന്ദുവിലായിരുന്നു. അതായത് OP വിലക്ക് ചോദനം ഉണ്ടായിരുന്നത് A എന്ന ബിന്ദുവിലായിരുന്നു. വില OPയിൽ നിന്ന് OP1 ആയി കുറഞ്ഞപ്പോൾ ചോദനം A എന്ന ബിന്ദുവിൽ നിന്നും B എന്ന ബിന്ദുവിലേക്ക് താഴേക്ക് നീങ്ങിയിരിക്കുന്നു. അങ്ങനെ ചോദനത്തിന്റെ A എന്ന ബിന്ദുവിൽ നിന്നും B എന്ന ബിന്ദുവിലേക്കുള്ള ഈ മാറ്റത്തെയാണ് ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാൻ പോവാണ്. ചോദനത്തിന്റെ വികാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ്? ഒരു സാധനത്തിന്റെ വില കുറയുന്നതിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചോദനത്തിന്റെ സങ്കോചം അഥവാ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നോക്കാം. Decrease in demand due to price increase is called contraction of demand. അതായത് ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചോദനം കുറയും. അതായത് ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് ചോദനത്തിന്റെ സങ്കോചം അഥവാ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു പ്രൈസ് ഡിക്രീസ് ഈസ് കോൾഡ് പ്രൈസ് ഇൻക്രീസ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു പ്രൈസ് ഇൻക്രീസ് ഈസ് കോൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചോദനത്തിന് ഉണ്ടാകുന്ന കുറവിനെയാണ് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന കുറവിനെയാണ് എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറഞ്ഞ സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന കുറവിനെയാണ് എന്ന് പറയുന്നത്. ചോദനത്തിലുണ്ടാകുന്ന കുറവിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. നമുക്ക് ചോദനത്തിന്റെ സങ്കോചം കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഒരു ഡയഗ്രം സഹിതം വിശദമാക്കാം. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ സങ്കോചം ഒരു ഡയഗ്രം സഹിതം വിശദമാക്കാൻ പോവുകയാണ്. ഈ ഡയഗ്രത്തില് എക്സ് ആക്സിസിലെ ചോദനത്തിന്റെ അളവും രേഖപ്പെടുത്തിയിട്ടുണ്ട്, വൈ ആക്സിസിലെ സാധനത്തിന്റെ വിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. OP എന്ന വില ഡയഗ്രത്തിൽ DD എന്ന് പറയുന്നത് ചോദനവക്രമാണ്. OP വിലക്ക് ചോദനം OQ ആണ്. OP എന്ന പ്രൈസ് ലൈൻ നേരെ പോകുന്നു. നേരെ ഡിമാൻഡ് കർവുമായി കൂട്ടി നേരെ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദനം കിട്ടും. OP വിലക്ക് ചോദനം OQ1 ആണ്. OP1 വിലക്ക് ചോദനം OQ1 ആണ്. ഓക്കെ, വില OP1ൽ നിന്നും OP ആയി വർദ്ധിച്ചപ്പോൾ ചോദനം OQ1ൽ നിന്നും OQ ആയി കുറഞ്ഞിരിക്കുന്നു. അതായത് വില OP1ൽ നിന്നും OP ആയി വർദ്ധിച്ചപ്പോൾ ചോദനം OQ1ൽ നിന്നും OQ ആയിട്ട്
ബിന്ദുവിൽ നിന്നും മുകളിലുള്ള എ എന്ന ബിന്ദുവിലേക്ക് നീങ്ങിയിരിക്കുന്നു. ചോദനത്തിന്റെ ഈ മാറ്റത്തെയാണ് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. അതായത് ബി എന്ന ബിന്ദുവിൽ നിന്ന് ചോദനം മുകളിലുള്ള ബിന്ദുവായിട്ടുള്ള എയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ബി എന്ന ബിന്ദുവിൽ നിന്നും എയിലേക്കുള്ള ചോദനത്തിന്റെ മാറ്റത്തെയാണ് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. അതായത് P1-ലാകുമ്പോൾ പിന്നെ P1 ആയിരിക്കുമ്പോൾ ബി എന്ന ബിന്ദുവിലായിരുന്നു ചോദനം ഉണ്ടായിരുന്നത്. പിന്നെ P1-ൽ നിന്നും P ആയി വർദ്ധിച്ചപ്പോൾ ചോദനം ബി എന്ന ബിന്ദുവിൽ നിന്നും എ എന്ന ബിന്ദുവിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതായത് ബിയിൽ നിന്നും എയിലേക്കുള്ള ചോദനത്തിന്റെ മാറ്റത്തെയാണ്, മുകളിലുള്ള ബിന്ദുവായ എയിലേക്കുള്ള ചോദനത്തിന്റെ മാറ്റത്തെയാണ് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. ഇവിടെ ചോദനം കുറഞ്ഞിരിക്കുകയാണ്. അതായത് P1 വിലയില് ചോദനം ബി ആയിരുന്നു, ബി എന്ന ബിന്ദുവിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ P1-ൽ നിന്നും പി ആയി വർദ്ധിച്ചപ്പോൾ ചോദനം ബി എന്ന ബിന്ദുവിൽ നിന്നും മുകളിലത്തെ ബിന്ദുവായിട്ടുള്ള എയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ബിയിൽ നിന്നും എയിലേക്കുള്ള ചോദനത്തിന്റെ മാറ്റത്തെ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നു. അപ്പൊ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഫലമായി ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന കുറവിനെയാണ് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയുന്നത്. നമ്മള് ചോദനവക്രത്തിലൂടെയുള്ള മാറ്റത്തെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ചോദനവക്രത്തിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചോദനവക്രത്തിലൂടെയുള്ള മാറ്റം രണ്ടെണ്ണം ഉണ്ട്. ചോദനത്തിന്റെ വികാസം, ചോദനത്തിന്റെ സങ്കോചമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡയഗ്രം സഹിതം വിശദമാക്കി. ഇനി ചോദനത്തിലെ മാറ്റങ്ങൾ രണ്ട് തരത്തിലുണ്ട് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്, അതായത് ചോദനവക്രത്തിലൂടെയുള്ള മാറ്റമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തതാണ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദനവക്രത്തിന്റെ മാറ്റം. അപ്പൊ നമ്മൾ ചോദനത്തിലെ മാറ്റം എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലാണ്. ഒന്നാമത്തെ ചോദനവക്രത്തിലൂടെയുള്ള മാറ്റം, രണ്ടാമത് ചോദനവക്രത്തിന്റെ മാറ്റം. അപ്പോൾ ചോദനവക്രത്തിലൂടെയുള്ള മാറ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് ചോദനവക്രത്തിന്റെ മാറ്റം അഥവാ ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ആണ്. അതായത് ചോദനവക്രത്തിന്റെ മാറ്റത്തെ കുറിച്ചാണ്. ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. അതായത് വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ചോദനവക്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദനവക്രത്തിന്റെ മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ചോദനവക്രത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദനവക്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. വില ഇതര ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില ഒഴിച്ച് ചോദനത്തെ തീരുമാനിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള ഉപഭോക്താവിന്റെ വരുമാനം, പിന്നെ അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളൊക്കെയാണ് ഇതര ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. അവയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് അഥവാ ചോദനവക്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിന്റെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ചോദനവക്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. ചോദനവക്രത്തിന്റെ മാറ്റത്തെ ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ആർ ഡിവൈഡഡ് ഇൻടു ടു. They are increase in demand and decrease in demand. ചോദനവക്രത്തിന്റെ മാറ്റത്തെ ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ഇൻടു ടു. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ചോദനവക്രത്തിന്റെ മാറ്റത്തെ രണ്ടായി തരംതിരിക്കാം. അവയാണ് ചോദനവർദ്ധനവും ചോദന കുറവും. ഇനി എന്താണ് ചോദനവർദ്ധനം? അപ്പോൾ ചോദനവക്രത്തിന്റെ മാറ്റത്തെ രണ്ടായി തരംതിരിക്കാം, ചോദനവർദ്ധനവും ചോദന കുറവും. ഇനി എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞത്? എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്? എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നോക്കാം. റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഫേവറബിൾ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് ചോദന വർദ്ധനവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം, വിലയിതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ചോദനവക്രം വലതുവശത്തേക്ക് മാറുന്നതിനെയാണ്
ചോദന വർധനവ് എന്ന് പറയുന്നത്. എന്താണ് ചോദന വർധനവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ചോദന വക്രം വലതുവശത്തേക്ക് മാറുന്നതിനെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുക. അത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ് അല്ലെ, ഏറ്റവും അനുകൂലമായ മാറ്റം കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം. അതായത് കൺസ്യൂമറിന്റെ വരുമാനം വർദ്ധിക്കുക. കൺസ്യൂമറിന്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് വർദ്ധിക്കും. അതായത് ചോദനം വർദ്ധിക്കുക. ചോദനം വർദ്ധിച്ചാൽ ചോദന വക്രം ഏത് ഭാഗത്തേക്കാണ് മാറുക? വലതുവശത്തേക്കാണ് മാറുക. അതാണ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ചോദന വക്രം വലതുവശത്തേക്ക് മാറുന്നതിനെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ചോദന വർധനവ് വിശദമാക്കുന്ന ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ചോദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വൈ ആക്സിസിൽ വിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡി ഡി എന്നതാണ് ആദ്യത്തെ ചോദന വക്രമാണ്. ഒ പി വിലയ്ക്ക് ചോദനം ഓക്യുമാണ്. വില ഇതര ഘടകങ്ങളിലുണ്ടായ അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ഡി ഡി എന്ന ചോദന വക്രം D1 ആയി വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ഡി ഡി എന്ന ചോദന വക്രത്തിന്റെ വലതുവശത്തേക്കുള്ള മാറ്റത്തെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. അതായത് ഡി ഡി അതായത് വില ഇതര ഘടകങ്ങളിൽ ഉണ്ടായ അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ഡി ഡി എന്ന ചോദന വക്രം D1 ആയി വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റത്തെയാണ് വലതുവശത്തേക്കുള്ള ചോദന വക്രത്തിന്റെ മാറ്റത്തെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടായ അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ഡി ഡി എന്ന ചോദന വക്രം D1 ആയി വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ഈ D1 ആയുള്ള ഈ മാറ്റത്തെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒ പി വിലയ്ക്ക് ചോദനം എത്രയാണ്? OQ1 ആണ്. പുതിയ ചോദന വക്രം അതായത് ഒ പി എന്നുള്ള പ്രൈസിനെ കൂട്ടിമുട്ടുന്ന പുതിയ ചോദന വക്രമായ പ്രൈസ് D1 ആയി കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് നേരെ താഴേക്ക് വരച്ച് നമുക്ക് ചോദനം കിട്ടും OQ1. അതായത് ഒ പി വിലയ്ക്ക് ഇപ്പോൾ ചോദനം OQ1 ആണ്. ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ആദ്യത്തെ ചോദന വക്രമായ D1 ആയി വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. D1 ആയി വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റത്തെയാണ് വലതുവശത്തേക്കുള്ള ഈ മാറ്റത്തെയാണ് ചോദന വക്രത്തിന്റെ വലതുവശത്തേക്കുള്ള ഈ മാറ്റത്തെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചോദന വർധനവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില ഇതര ഘടകങ്ങളിലുണ്ടായ അനുകൂലമായ മാറ്റത്തിന്റെ ഫലമായി ചോദന വക്രം വലതുവശത്തേക്ക് മാറുന്നതിനെയാണ് ചോദന വർധനവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. എന്താണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികൂലമായ മാറ്റത്തിന്റെ ഫലമായി ചോദന വക്രം ഇടതുവശത്തേക്ക് മാറുന്നതിനെയാണ് ചോദന കുറവ് എന്ന് പറയുന്നത്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ അയാൾ നേരത്തെ വാങ്ങിയ അത്ര സാധനം അയാൾക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പൊ ചോദനത്തിൽ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് കുറയ്ക്കും. അതായത് ചോദനത്തിന്റെ അളവ് കുറയും. അളവ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദന വക്രം ഇടതുവശത്തേക്ക് മാറുക എന്നതാണ്. അതായത് ചോദന വക്രം ഇടതുവശത്തേക്ക് മാറുക എന്നതാണ് അളവ് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വില ഇതര ഘടകങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികൂലമായ മാറ്റത്തിന്റെ ഫലമായി ചോദന വക്രം ഇടതുവശത്തേക്ക് മാറുന്നതിനെയാണ് ചോദനക്കുറവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചോദനക്കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഡ്യൂ ടു അൺഫേവറബിൾ ചേഞ്ചസ് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ അയാൾ നേരത്തെ വാങ്ങിയ അത്ര സാധനം വാങ്ങില്ല, സാധനത്തിന്റെ അളവ് കുറയും. അതിന്റെ ഫലമായി ചോദന വക്രം ഇടതുവശത്തേക്ക് മാറും. അതായത് ഡിമാൻഡ് കർവ് ഇടതുവശത്തേക്ക് നീങ്ങും. ഈ ഡിമാൻഡ് കർവിന്റെ ഇടതുവശത്തേക്കുള്ള ഇടതുവശത്തേക്കുള്ള നീക്കത്തെയാണ് എന്ന് പറയുന്നത് ചോദനക്കുറവ് എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡയഗ്രം സഹിതം വിശദമാക്കാം. ഡയഗ്രത്തില് ഡിമാൻഡ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈസ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡി ഡി എന്നതാണ് ആദ്യ ചോദന വക്രം. ഒ പി വിലയ്ക്ക് OQ ചോദനം ഒ പി എന്ന വിലയ്ക്ക് ചോദനം OQ ആണ്. എന്നാൽ വില ഇതര ഘടകങ്ങളിലുണ്ടായ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്
വില ഇതര ഘടകങ്ങളിലുണ്ടായ പ്രതികൂലമായ മാറ്റത്തിന്റെ ഫലമായി DD എന്ന ചോദന വക്രം ഇടതുവശത്തേക്ക് D1 ആയി മാറിയിരിക്കുന്നു. DDയുടെ ഈ മാറ്റത്തെ DD എന്ന ചോദന വക്രം D1 ആയിട്ട് ഇടതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ചോദന വക്രത്തിന്റെ ഇടതുവശത്തേക്കുള്ള ഈ മാറ്റത്തെയാണ് ചോദനക്കുറവ് എന്ന് പറയുന്നത്. അതായത് വില ഇതര ഘടകങ്ങളിൽ ഉണ്ടായ പ്രതികൂലമായ മാറ്റത്തിന്റെ ഫലമായി DD എന്ന ചോദന വക്രം D1 ആയി ഇടതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ചോദന വക്രത്തിന്റെ ഇടതുവശത്തേക്കുള്ള മാറ്റത്തെയാണ് ചോദന കുറവ് എന്ന് പറയുന്നത്. അതായത് D1 ആയി മാറിയതിന്റെ ഫലമായി OP വിലയ്ക്ക് ചോദന എത്രയായിരിക്കുന്നു? OQ1 ആയിരിക്കുന്നു. അതായത് ചോദന OQവിൽ നിന്ന് OQ1 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ചോദന കുറവ് എന്ന് പറയുന്നത്. അതായത് ഡിമാൻഡ് കർവുകളുടെ ചോദന വക്രത്തിലുള്ള മാറ്റം, അതായത് ചോദന വക്രം ഇടതുവശത്തേക്ക് മാറിയിരിക്കുന്നു, ഇടതുവശത്തേക്കുള്ള മാറ്റത്തെയാണ്, അതായത് D1 ആയിട്ട് ഇടതുവശത്തേക്ക് മാറിയിരിക്കുന്നു, ഈ ഇടതുവശത്തേക്കുള്ള മാറ്റത്തെയാണ് ചോദന കുറവ് എന്ന് പറയുന്നത്. DD ആയിരുന്നപ്പോൾ ചോദനം OQ ആയിരുന്നു, D1 ആയപ്പോൾ ചോദനം OQവിൽ നിന്ന് OQ1 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചോദനത്തിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, അതായത് മൂവ്മെന്റ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് രണ്ട് തരത്തിലാണ്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവും. ചോദന വക്രത്തിലൂടെയുള്ള മാറ്റവും ചോദന വക്രത്തിന്റെ മാറ്റവും എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ചോദന വക്രത്തിലൂടെയുള്ള മാറ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ട് അവയാണ് ചോദനത്തിന്റെ വികാസവും ചോദനത്തിന്റെ സങ്കോചവും. അതുപോലെ തന്നെ ചോദന വക്രത്തിന്റെ മാറ്റത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ചോദന കുറവും, ചോദന വർധനവും, ചോദന കുറവും. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എളുപ്പമുള്ള ഒരു ഭാഗവുമാണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.